സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഡിസിപ്ലിനെ കുറിച്ചാണ്. നമ്മുടെ വലിയച്ഛൻ എപ്പോഴും നമ്മളോട് പറയുന്നതാണ്, നമ്മുടെ ടീച്ചേഴ്സ് നമ്മളോട് പറയുന്നതാണ് ഡിസിപ്ലിനെ കുറിച്ച്. നമുക്കൊരു സെൽഫ് ഡിസിപ്ലിൻ അത് നമ്മുടെ ഓരോ ജീവിതത്തിലും നമുക്ക് ഉണ്ടായിരിക്കേണ്ട, എനിക്കേനെ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ എന്റെ ജീവിതത്തിൽ തന്നെ എടുക്കുകയാണെങ്കിൽ, ഞാൻ കാറ്റഗിസം പഠിക്കുന്ന സമയത്തും എന്റെ ടീച്ചർമാര് എന്നോട് പറയാറുണ്ട്, പള്ളിയിൽ നിങ്ങളുടെ പ്രായമായിരുന്നപ്പോ എന്റെ തൊട്ട് മുൻപിൽ നിൽക്കുന്ന കുട്ടിയോട് ഞാനും സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ എന്നെ പിടിച്ചിട്ടുണ്ട്. പിടിച്ച ആൾക്കാരെല്ലാം കേട്ടി നിർത്തിയിട്ടുണ്ട്. അന്നത്തെ അച്ഛൻ ഈ ലാസ്റ്റ് അച്ഛനേക്കാളും വലിയ ക്യാമറ ആയിരുന്നു. എന്നെ ആൾക്കാരെ കേട്ടി നിർത്തി എന്നോട് ചോദിച്ചു, ഇനി നിനക്ക് സംസാരിക്കണമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല അച്ഛാ, ഇനി ഞാൻ മിണ്ടില്ല എന്ന് പറഞ്ഞു. പിന്നത്തെ ആഴ്ച ഇതേപോലെ തന്നെ വീണ്ടും ഞാൻ സംസാരിച്ചു. വീണ്ടും എന്നെ കേട്ടി നിർത്തി, നീ എന്റെ അടുത്ത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് സംസാരിക്കില്ലാതെ അപ്പൊ വീണ്ടും എന്നെ സംസാരിച്ചെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ പ്രായം ഇതല്ലേ എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ഇതേ പ്രായത്തിലൂടെ തന്നെയാണ് ഞങ്ങളും കടന്നു പോന്നിരിക്കുന്നത്, ഞങ്ങളും ഞങ്ങളുടെ മുതിർന്നവർ പറയുമ്പോൾ അനുസരിക്കാറുണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ എന്നോട് പറഞ്ഞ വാചകം, ഞങ്ങളുടെ മുതിർന്നവർ ഞങ്ങളോട് പറയുന്നത് ഞങ്ങൾ അനുസരിക്കാറുണ്ട് എന്നാ പറഞ്ഞ വാചകം എന്നെ ഏറെ ആകർഷണീയമാക്കി. കാരണം എന്റെ മുതിർന്നവർ പറയുന്നത് എന്തുകൊണ്ട് ഞാൻ അനുസരിക്കുന്നില്ല എന്നതായിരുന്നു പിന്നീടുള്ള എന്റെ ചിന്ത. നിങ്ങളുടെ ഈ പ്രായത്തിലും നിങ്ങൾക്കും ഒരു ടെൻഡൻസി ഉണ്ടാവും. എന്ത്? തൊട്ട് മുന്നിലിരിക്കുന്ന ആൾക്കാരോട് ഇന്നലത്തേതും പിന്നെ ഫോണിൽ കണ്ടതുമായിട്ടുള്ള പല കാര്യങ്ങളും ഡിസ്കഷൻ ചെയ്യാനായിട്ട്. ഞങ്ങളും ആ പ്രായം കഴിഞ്ഞു വന്നിരിക്കുന്നതാണ്. എന്തൊക്കെയായിരിക്കും നിങ്ങൾ ഡിസ്കഷൻ ചെയ്യുക എന്ന് ഞങ്ങൾക്കും അറിയാം. പക്ഷെ പലപ്പോഴും നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് മറന്നു പോകും. നമ്മൾ നമ്മുടെ ദൈവാലയത്തിൽ, ഈശോയുടെ ദൈവാലയത്തിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ആലോചിക്കണം, നമുക്ക് വേണ്ടി ക്രൂശിതനായിരിക്കുന്ന ഈശോയാണ് ഇരിക്കുന്നത്. അത് നമ്മൾ പലപ്പോഴും മറന്നു പോകും. ചിലപ്പോൾ നിങ്ങളുടെ പ്രായത്തിന്റെ ആവാം, അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇനി തൊട്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പ്രായത്തെ മനസ്സിലാക്കുന്ന ഞങ്ങൾ, എന്നാലും നിങ്ങളൊന്ന് ഓർക്കുക, നമ്മളുടെ ഈശോയുടെ മുന്നിലിരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന്. ടീച്ചർ ഇപ്പൊ പറയാൻ പോകുന്നത് ഡിസിപ്ലിനെ കുറിച്ചുള്ള 3 പോയിന്റ്സ് ആണ്. ഒന്നാമത്തെ കാര്യം, സമയം. ടൈം ഈസ് ഇമ്പോർട്ടന്റ് ഇൻ അവർ വർക്ക്, ഇൻ അവർ ലൈഫ്. സമയം. ഇന്നലെ തന്നെ നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ മെസ്സേജ് ഉണ്ടായിരിക്കും, 8:20 നിങ്ങളോട് പള്ളിയിൽ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ എത്ര പേര് എത്തിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് ടീച്ചർമാർക്ക് അറിയാം. പക്ഷെ ഇപ്പൊ ചോദിക്കുന്നില്ല നിങ്ങളോട് എത്ര പേരോട് എത്തിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഡിസിപ്ലിന്റെ ഒരു ഭാഗമാണ്. നിങ്ങളുടെ വീട്ടുകാർക്ക് ചിലപ്പോൾ തിരക്കിലായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാലോ. കുഞ്ഞുമക്കളല്ലെങ്കിലും ചേട്ടന്മാരും ചേച്ചിമാരും ഇരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ഇവിടെ എത്തിക്കൂടെ? എത്തിയാൽ പലരും പുറത്ത് വർത്താനം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് സിസ്റ്റേഴ്സും ടീച്ചർമാരും കയറ്റി ചെയ്യാറുണ്ടായിരുന്നു. ടൈം അത് നിങ്ങൾ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ ഇവിടെ എത്തിച്ചേരാൻ ശ്രമിക്കുക. സിനിമയ്ക്ക് മറ്റും പോകുമ്പോൾ ഞാനടക്കം എവിടേക്കായാലും നേരത്തെ പോകാറുണ്ട്. അതേപോലെ തന്നെ ഇവിടേക്കും സമയത്തിനനുസരിച്ച് എത്തിച്ചേരാം. നമ്മുടെ ഈശോയുടെ ദേവാലയത്തിലേക്കാണ് എത്താൻ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ആരോഗ്യം. ആരോഗ്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കും, എല്ലാവർക്കും ആരോഗ്യമല്ലോ? ഇല്ല. ഇന്നലെ കാണുന്ന ഒരാൾ പോലും ചിലപ്പോൾ ഇന്ന് നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നു വരില്ല. TV കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചേട്ടൻ ഇരുന്ന അവസ്ഥയിൽ തന്നെ അറ്റാക്ക് വന്ന് മരിച്ചു പോകുന്ന അവസ്ഥയാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചേട്ടൻ പെട്ടെന്ന് നിശബ്ദനായി മരിച്ചു പോകുന്ന അവസ്ഥയാണ്. കോണിപ്പടിയിൽ കയറിയിരിക്കുന്ന ഒരു ചേട്ടൻ അപ്പോൾ തന്നെ നിലത്ത് വീണ് പോകുന്ന മരിച്ച അവസ്ഥയാണ്. ഇതെല്ലാം എന്തുകൊണ്ട്? നമ്മുടെ ആരോഗ്യത്തിന്റെ അവസ്ഥയായിരിക്കും. ആരോഗ്യം ഡിസിപ്ലിന്റെ ഒരു ഭാഗമാണ്. ഒരിക്കലും ഒരു ചേട്ടനോട് ചോദിച്ചു, ചേട്ടൻ എന്ത് കഴിക്കും എന്ത് കുടിക്കും എന്ന്. ആ ചേട്ടന് മറുപടിയായിട്ട് എന്ത് പറയാനുള്ളൂ? ഞാൻ എന്തും കുടിക്കും എന്തും കഴിക്കും. ഒരു കുപ്പി ലിക്വർ കിട്ടിയാലും അല്ലെങ്കിൽ ഒരു സിഗരറ്റ് പാക്കറ്റ് കിട്ടിയാലും എന്റെ ജീവിതം ഓക്കെയാണ്. ഇതാണ് നമ്മുടെ ലൈഫ്, ഇതാണ് നമ്മുടെ ആരോഗ്യം. അല്ല, നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുക, ഇതായിരിക്കും നമ്മുടെ ജീവിതം. മൂന്നാമത്തെ കാര്യം, നല്ല ബന്ധങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും, എനിക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും വിചാരിക്കണം. നല്ല ബന്ധങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ ലൈഫിലെ ഓരോ മുന്നേറ്റങ്ങളാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സംസാരിക്കുന്ന വ്യക്തികൾക്കിടയിലും എല്ലാം നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാം, പൊട്ട ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. ഇതില് നല്ല ബന്ധങ്ങൾ വേണോ പൊട്ട ബന്ധങ്ങൾ വേണോ എന്ന് നമ്മൾ ഓരോരുത്തരുമാണ് തീരുമാനിക്കുന്നത്. അതും പറഞ്ഞ് പൊട്ട ബന്ധങ്ങൾ നമ്മൾ
ഞാൻ ഏത് ജീവിതം തിരഞ്ഞെടുക്കണമെന്ന്. നമ്മുടെ ജീവിതത്തിലെ ഓരോ മുന്നേറ്റങ്ങളും നമ്മുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, ടീച്ചേഴ്സ് ഇവരെല്ലാവരും ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ഓരോരുത്തരും തീരുമാനിക്കണം എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. ഈ 3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്താണ്. നമ്മുടെ ജീവിതത്തിൽ ഡിസിപ്ലിന്റെ ഭാഗങ്ങൾ 3 കാര്യങ്ങൾ: സമയം, ആരോഗ്യം, നല്ല ബന്ധങ്ങൾ. ഇത് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. വിശുദ്ധ ചാൾസ് ബറോമയോ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ, സഹനങ്ങൾ ഇത് നമ്മുടെ ജീവിതത്തിലെ ഒരു ചവിട്ടുപടികളായിട്ട് നമ്മൾ കൊണ്ടു നടക്കുക. താങ്ക് യു.